എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു അപ്രീസിയേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോവാണ്. സോ നമുക്ക് നേരെ പോത്തിലേക്ക് വരാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഓഥർ ആണ് അല്ലെ. അപ്പൊ ഓഥർ ആരാന്ന് നോക്കാം. The poem Rise is written by Chemmanam Chacko. Chemmanam Chacko ആണത് എഴുതിയത്. ട്രാൻസ്ലേറ്റഡ് ബൈ പ്രൊഫസർ അയ്യപ്പ പണിക്കർ. രണ്ടുപേരും ഓർത്ത് വെക്കണം. ചെമ്മനം ചാക്കോ, മറ്റത് അയ്യപ്പ പണിക്കർ. ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് അയ്യപ്പ പണിക്കറാണ് കേട്ടോ. ഇറ്റ് ഈസ് എ സൂപ്പർബ് സെറ്റയർ. ഇതൊരു അടിപൊളി ആക്ഷേപഹാസ്യമാണ്. നമ്മൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒക്കെ ടൈപ്പ് അല്ലേ, അതാണ് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റയർ ആണ്. ഹിറ്റിംഗ് ഹാർഡ് അറ്റ് ദ ഗ്രീഡ് ഓഫ് സം ഫാമേഴ്സ് ഹിയർ. ഇവിടെ ഉണ്ടായിരുന്ന ചില കർഷകരുടെ ഗ്രീഡിനെ കൃത്യമായിട്ട് കുറുക്കി കൊള്ളിക്കുന്ന തരത്തിലുള്ളതാണ്. ഹിറ്റിംഗ് ഹാർഡ് അറ്റ് ദ ഗ്രീഡ് ഓഫ് ദ സം ഫാമേഴ്സ് ഹിയർ. ഓക്കെ, ഇനി നമ്മൾ നേരെ പറയാൻ പോകുന്നു. ദ പോയം ഇസ് ലേസ്ഡ് വിത്ത്, പോയം ഇസ് ഫിറ്റഡ് വിത്ത്, പോയത്തിൽ അധികം ഉള്ളത് എന്താന്ന് വെച്ചാൽ വിത്ത് സ്കോൺ, പുച്ഛമാണ്, ആൻഡ് സർക്കാസം, പരിഹാസമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോയത്തിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ ആയി കഴിഞ്ഞു. The son of rice farmer goes to North India to do research on making toys with husk. പോയിന്റ് തുടങ്ങുന്നതിന് നമ്മൾ കാണുന്നത് ദ സൺ ഓഫ് എ റൈസ് ഫാമർ, ഒരു റൈസ് ഫാമറിന്റെ മകൻ, ഒരു എന്താ പറയാ, അരി കൃഷി ചെയ്യുന്ന, നെല്ല് കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ മകൻ ദൂരെ ഡൽഹിയിലേക്ക് പോവുകയാണ്, നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണ്. എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്? ടു ഡു റിസർച്ച് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് ഹസ്ക. ഹസ്ക് കൊണ്ട്, ഹസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉമി അല്ലെ, ഈ നെല്ല് വേർതിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു വേസ്റ്റ്, അതാണ്. അപ്പോ ഈ ഉമിയിൽ നിന്നും ടോയ്സ് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ടോയ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ട്, ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആര്? നമ്മുടെ ഈ പറയുന്ന നെൽ കർഷകന്റെ മകൻ. ഓക്കെ, ഇനി ഹി വർക്ക്സ് ഹാർഡ് ഫോർ 4 years. കൃത്യമായിട്ട് 4 വർഷം അദ്ദേഹം കൃത്യമായും പണിയെടുത്ത് പഠിച്ച് തയ്യാറായി. ഈറ്റിംഗ് ചപ്പാത്തീസ് ഡേ ആഫ്റ്റർ ഡേ. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ചപ്പാത്തി, ഗോതമ്പത്തിന്റെ ചപ്പാത്തിയാണ് നോർത്ത് ഇന്ത്യയിലെ ഫുഡ് അല്ലെ. അത് കഴിച്ച് മടുത്തിട്ടാണ് മൂപ്പര് വരുന്നത്. ആൻഡ് ഫൈനലി സക്സീഡ് ഇൻ ഗെറ്റിംഗ് ദ ഡോക്ടറേറ്റ്. അങ്ങനെ അവസാനം മൂപ്പർക്ക് ഡോക്ടറേറ്റ് കിട്ടി, PhD കിട്ടി, തിരിച്ചു വരികയാണ്. He must have thought of doing research on possibilities of husk because as soon as the son of a rice farmer, he had a plenty of husk at home and also in the homes nearby. അദ്ദേഹം ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ഹസ്കിന്റെ മേലെ ചെയ്യാൻ താല്പര്യപ്പെട്ടത് എന്ന് വെച്ചാൽ ഹസ്ക് കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യാണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഹി ഈസ് ദ സൺ ഓഫ് എ റൈസ് ഫാമർ. ഒരു റൈസ് ഫാമറിന്റെ മകനാണ്. സോ വീട്ടിൽ ധാരാളം ഹസ്ക് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ നിയർ ബൈ ഫീൽഡ്സിലും ഇഷ്ടം പോലെ എന്ത് കിട്ടാണ്ട്, ആ ഹസ്ക് കിട്ടാണ്ടാവും. സോ നല്ലൊരു സംരംഭം തുടങ്ങാൻ പറ്റിയ സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മൂപ്പര് എവിടെ പോയത്? ആ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വരുന്നത്. By using husk for making toys, a lot of people could find employment in a state notorious for unemployment. അൺഎംപ്ലോയ്മെന്റ് നിലനിന്നിരുന്ന ഒരു നാട്ടില് എന്ന് വെച്ചാൽ കേരളത്തിൽ അന്ന് നല്ല ശക്തമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അൺഎംപ്ലോയ്മെന്റ് നൊട്ടോറിയസ് ആയിട്ട് നിലനിന്നിരുന്ന ഒരു സ്റ്റേറ്റില് ഒരുപാട് ആളുകൾക്ക് ജോലി കൂടെ കിട്ടും. ഈ ടോയ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഹസ്ക് കൊണ്ട് ടോയ്സ് ഉണ്ടാക്കുന്ന ഒരു സംരംഭം ഇദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ജോലിയാവുകയും ചെയ്യുമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മൂപ്പര് പോയത്. ബട്ട് ദെൻ ദർ ഇസ് ദ ആന്റി ക്ലൈമാക്സ്. പക്ഷെ അവിടെയാണ് മറ്റൊരു ആന്റി ക്ലൈമാക്സ് ഉണ്ടാവുന്നത്. എന്താണെന്നറിയത്? When the son returns home with his well-earned doctorate on making toys with husk, നല്ല കഷ്ടപ്പെട്ട് നേടിയ ആ ഒരുപാട് ആളുകളുടെ അപ്രീസിയേഷനോടൊക്കെ കിട്ടിയ ഈ പറയുന്ന ടോയ്സ് ഹസ്ക് കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം വിജയിച്ചു വരുമ്പോൾ ദർ ഇസ് നോ ഹസ്ക് അറ്റ് ഓൾ ഇൻ ഹിസ് ഹൗസ് ആൻഡ് അറൗണ്ട്. പക്ഷെ അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി നിശബ്ദനായി പോകുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ പിന്നീട് നാട്ടിൽ ഹസ്ക് തന്നെ കിട്ടാനില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലും ഇല്ല, തൊട്ടടുത്ത് എവിടെയും ഇല്ല. There is no husk at all in his house or around. Farmers had shifted to cash crops, especially rubber. ആളുകളൊക്കെ എന്തിലേക്ക് മാറിയിരിക്കുന്നു? ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയിരിക്കുന്നു. ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന റബ്ബർ പോലെയുള്ള പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വിളകൾ, നാണ്യവിളകൾ എന്ന് പറയും. അത്തരത്തിലുള്ള നാണ്യവിളകളിലേക്ക് ആളുകൾ മാറിയിരിക്കുന്നു. ഫാമേഴ്സ് ഹാഡ് ഷിഫ്റ്റഡ് ടു cash crops, especially rubber. They found rice cultivation is inconvenient and non-profitable. അവരുടെ കണ്ടെത്തലാണ് എന്താ? ഈ റൈസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻകൺവീനിയന്റ് ആണ്, കൺവീനിയന്റ് അല്ല, അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റബിൾ ആണ്, ഒരു പ്രോഫിറ്റും കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നത്? മോറോവർ എ ലോട്ട് ഓഫ് incentives were given by the promoters to cultivate cash crops. മാത്രമല്ല ഒരുപാട് ഈ
ഇൻസെന്റീവ്സ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പണമായിട്ടും സൗകര്യങ്ങളായിട്ടും ഒക്കെ. ഈ ക്യാഷ് ക്രോപ്പ് പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും ഇവർക്ക് ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാവുക, ഇൻസെന്റീവ് ഉണ്ടാവുക അല്ലെ. അതുപോലെ തന്നെ ഇപ്പോൾ നെൽകൃഷി ഇല്ലാത്ത ആളുകൾക്ക് റേഷൻ കട വഴി അരി ഇവർ എന്ത് ചെയ്യുക, കൊടുക്കുക, ഗവൺമെന്റ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഇൻസെന്റീവ്സ് ആണ്. ഓക്കെ, പ്രൊമോഷൻസ് ആണ്, കാഷ് ക്രോപ്സിനുള്ള പ്രൊമോഷൻസ് ആണ്. മനസ്സിലായോ? അപ്പൊ അതും നാട്ടിലുണ്ടാകുമ്പോ പിന്നെ ആരാണ് ഈ പറയുന്ന നെൽകൃഷി ചെയ്യാൻ പോവുക? ദ സൺ ഫൈൻഡ്സ് ഹിസ് ഫാദർ വാച്ചിങ് പീപ്പിൾ സെറ്റിംഗ് അപ്പ് എ മെഷീൻ ഫോർ മേക്കിംഗ് റബ്ബർ ഷീറ്റ്സ്. നാട്ടിലെത്തിയ മകൻ കാണുന്നത് തന്റെ അച്ഛൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ പറയുന്ന ക്യൂരിയോസിറ്റി ഒന്നും ഇല്ലാതെ, മഴ പെയ്യോ വെള്ളം കിട്ടുമോ എന്നുള്ള ക്യൂരിയോസിറ്റി ഒന്നും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് ഈ ഇദ്ദേഹത്തിന്റെ ഒരു മെഷീൻ ഫിക്സ് ചെയ്യുന്ന ജോലിക്കാരെ നോക്കിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. റബ്ബറിന്റെ മെഷീൻ ഫിറ്റ് ചെയ്യുന്ന ആളുകളെയും നോക്കിയിട്ട് അച്ഛൻ നിൽക്കുകയാണ്. ഓൾ ദ പാഡി ഫീൽഡ്സ് ആർ ഗോൺ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വയലുകളും എന്ത് ചെയ്തിരിക്കുന്നു, പോയിരിക്കുന്നു. ആൻഡ് ദെയർ പ്ലേസ് വർ വാട്ട് ഹി സീസ് ആർ റബ്ബർ ട്രീസ് ആൻഡ് ഡീൽവുഡ് ട്രീസ്. ഇതിന് പകരം അദ്ദേഹം ഇപ്പൊ കാണുന്നത് എന്ത് മാത്രമാണ്? ഈ പറയുന്ന വലിയ റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഡീൽവുഡ് മരങ്ങളും, ഓക്കെ, വാണിജ്യ ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഡീൽവുഡ് മരങ്ങൾ മാത്രമാണ് ഇപ്പൊ അദ്ദേഹം ഇവിടെ കാണുന്നത്. നെക്സ്റ്റ്, there is bit sarcasm in the description of the chief minister flying to the center to request for more food grains to feed the people here. There is a biting sarcasm. ഒരു എന്താ പറയുക, പരിഹാസം ഇവിടെ ഉണ്ട്. എന്താ പരിഹാസം എന്നറിയോ? ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ചീഫ് മിനിസ്റ്റർ, അതിന്റെ അവസാനത്തേക്ക് പറയുന്നുണ്ട് ചീഫ് മിനിസ്റ്ററിന്റെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ മുകളിലൂടെ നോർത്തിലേക്ക് പോകുന്നത് കണ്ടു. ഓക്കെ, ആ ഫ്ലൈറ്റിൽ അദ്ദേഹം എന്തിനാ പോകുന്നത് നോർത്തിലേക്ക്? സെന്ററിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത്? അരി വിഹിതം കൂട്ടിത്തരാൻ വേണ്ടിയിട്ട്. തന്റെ നാട്ടിലെ ആളുകൾക്ക് ഭക്ഷിക്കാൻ അരി ഇല്ലാത്തത് കൊണ്ട് അരിവിഹിതം കൂട്ടിത്തരണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോവാണ്? സെന്ററിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി ആയിരിക്കും ആ ഫ്ലൈറ്റിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അതൊരു സർക്കാസമാണ്. ഇവിടെയുള്ള നെല്ലെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പൊ അവര് നെല്ലിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടാൻ വേണ്ടി പോവാണ് അല്ലെ. ദർ ഇസ് നോ മോർ റൈസ് ടു ഈറ്റ്, പീപ്പിൾ ഹാവ് ടു ഈറ്റ് വീറ്റ്. ഇവിടെ ഇപ്പോ അരിയില്ല, ആളുകളൊക്കെ ഗോതമ്പ് തിന്നാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാണ്. ദ സൺ കംസ് ഹോം ആഫ്റ്റർ 4 years വിത്ത് ദ ഡിസയർ ടു ഈറ്റ് ഹിസ് ഫേവറേറ്റ് അത്തിക്കര റൈസ്. ഈ കുട്ടിയാണെങ്കിൽ 4 വർഷം വീറ്റ് നിന്നിട്ട് മടുത്തിട്ട് വരികയാണ്. നാട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നാടൻ അരിയാണ് അത്തിക്കര റൈസ്. അത്തിക്കര റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയോട് കൂടിയിട്ട് വന്നിരിക്കുകയാണ്. ബട്ട് ഹിസ് ഡിസയർ വിൽ റിമെയിൻ or an unfulfilled desire, as he too has to eat the wheat that is given to the household as a ration. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം ഒരിക്കലും എന്താവുന്നില്ല, സഫലീകരിക്കാൻ പോകുന്നില്ല. ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വീട്ടിലെ ആളുകൾ മുഴുവനും കഴിക്കുന്ന ഈ ഗോതമ്പം തന്നെയാണ് ഇവനും കഴിക്കാൻ നിർബന്ധിതനാവുന്നത്. ആൻഡ് ഹിസ് ഡോക്ടറൽ ഡിഗ്രി, നീ അവന്റെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ, അവന്റെ ഡോക്ടറൽ ഡിഗ്രിയോ അതുകൊണ്ട് എന്താ ഗുണം? ഹൗ ക്യാൻ ഹി ഫൈൻഡ് ഹസ്ക് ടു മേക്ക് ടോയ്സ്? അവൻ എങ്ങനെയാണ് ഹസ്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ ടോയ്സ് ഉണ്ടാക്കാൻ ഹസ്ക് എങ്ങനെയാണ് അവൻ കണ്ടുപിടിക്കാൻ പോകുന്നത്? The poem has excellent imagery. ഇനി poetic devices-ലേക്കും പോയത്തിന്റെ ആ ഒരു ബ്യൂട്ടിയിലേക്കും വരികയാണ്. The poem has എക്സലന്റ് ഇമേജറി, നല്ല മനോഹരമായിട്ടുള്ള ഇമേജസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റബ്ബർ ഫീൽഡ്സ് ആണെങ്കിലും പാഡി ഫീൽഡ്സ് ആണെങ്കിലും അച്ഛൻ അതിനെ കാള് പൂട്ടുന്നതാണെങ്കിലും അങ്ങനെ ഒരുപാട് വിഷ്വൽ ഇമേജസും അതുപോലെ ഓഡിറ്ററി ഇമേജസ് ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ദ പോയറ്റ് ഹസ് യൂസ്ഡ് നമ്പർ ഓഫ് മലയാളം വേർഡ്സ് ഇൻ ദ പോം. മാത്രമല്ല പോയറ്റ് ഇതിനകത്ത് ഒരുപാട് നമ്പർ മലയാളം വേർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അത്തിക്കിര റൈസ് എന്നൊക്കെ പറയുന്ന പോലെ മോഡേൺ അരി അല്ലെ, ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദ ലാംഗ്വേജ് ഇസ് കൊളോക്കിയൽ, സാധാരണക്കാരന് മനസ്സിലാവുന്ന കോമൺ ലാംഗ്വേജ് ആണ്. എന്താണ് കൊളോക്കിയൽ ലാംഗ്വേജ്? The stanzas of the poem are irregular. പോയത്തിലെ ഒരു റെഗുലർ ആയിട്ടുള്ള റൈമിങ്ങോ അങ്ങനെയൊന്നുമില്ല, ഇറഗുലർ ആണ്. എന്ന് വെച്ചാൽ റേഞ്ചിങ് ഫ്രം 2 lines to 6. ഇറ്റ് ഇസ് എ പ്രോസ് പോയം. ശരിക്കും പറഞ്ഞാൽ അതൊരു കഥ പറയുന്ന പോലെയുള്ള ഒരു പോമാണ്. ഓക്കെ, അപ്പൊ ഒരു പ്രോസ് പോയം എന്ന് നമുക്ക് പറയാം. പക്ക ഒരു കവിത പോലെയല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, ഒരു കഥ പറയുന്നത് പോലെ ആണ് പറഞ്ഞിരിക്കുന്നത്. ബീങ് എ സിറ്റാരിക്കൽ പോയം, ദ സ്റ്റൈൽ ഇസ് സിമ്പിൾ, ഡയറക്റ്റ് ആൻഡ് ലൂസിഡ് ആൻഡ് ഇറ്റ് സ്യൂട്ട്സ് ദ തീം. ഈ പോം ഒരു സെറ്റാരിക്കൽ ആയതുകൊണ്ട് തന്നെ, ആക്ഷേപഹാസ്യത്തിന്റെ രൂപേണയുള്ളത് ആയതുകൊണ്ട് തന്നെ സ്റ്റൈൽ സിമ്പിൾ, ഇതിന്റെ സ്റ്റൈൽ വളരെ സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആണ്, ലൂസിഡ് ആണ്, ആൻഡ് ഇറ്റ് സ്യൂട്ട്സ് ദ തീം. തീമിന് വളരെയധികം സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് പോം എഴുതിയിട്ടുള്ളത്. Chemana Chacko has done a good job in showing how the farmers have changed from simple people to shrewd commercially minded people. ഈ ചെമ്മനം ചാക്കോ എന്ന് പറയുന്ന ഈ നമ്മുടെ പോയറ്റ് വളരെ കൃത്യമായിട്ടും ആവിഷ്കരിച്ചിട്ടുണ്ട്, വരച്ച് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പാവപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ഈ കർഷകർ എങ്ങനെ ഷ്രൂഡായിട്ട്, എങ്ങനെ എന്താ പറയാ, ഈ ഒരു ലാഭക്കണ്ണുകൊണ്ട്
കൊമേഴ്ഷ്യലി ലാഭമുണ്ടാക്കുക എന്നൊരു താല്പര്യത്തിലേക്ക് കുറച്ച് ഗ്രീഡി ആയിട്ട് എങ്ങനെ അവർ മാറി എന്നത് കൃത്യമായിട്ടും ആര് വരച്ച് കാണിക്കുന്നുണ്ട്, ചെമ്മനം ചാക്കോ ഈ ചാപ്റ്ററിൽ വരച്ച് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. സോ മറക്കരുത് ഒരു കാര്യം, നമ്മുടെ ആദ്യം തന്നെ പോയറ്റിനെ പറ്റി പറയുന്നു, തീം പറയുന്നു, ശേഷം നമ്മുടെ പോയത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ പോയത്തിലുണ്ടായ സംഭവങ്ങൾ, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, പറഞ്ഞ കാര്യങ്ങൾ, ദെൻ പോയറ്റിക് ഡിവൈസസ്, ലാസ്റ്റ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഒറ്റ സെന്റൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. തന്നിരിക്കുന്ന ഒരു പോയം ഉണ്ടാവും, ആ പോയത്തെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.